ഗൈസ്, അപ്പോൾ ഇത് 27-ാം തീയതി രാത്രിയിലത്തെയും 28-ാം തീയതി രാവിലത്തെയും കൂടെ ഒരുമിച്ചുള്ളൊരു വ്ളോഗാണ്. ഞാൻ 27-ാം തീയതി എനിക്ക് സ്റ്റഡി ലീവ് വന്നിട്ടായിരുന്നു സ്കൂളിൽ നിന്ന്. കാരണം 28-ാം തീയതി ഞങ്ങളുടെ സയൻസ് എക്സാമാണ്. അപ്പോൾ 27-ാം തീയതി രാവിലെ തൊട്ട് പഠിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അന്നത്തെ രാവിലത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് എടുത്തതാണ്. ഒരു 5:30 ആയപ്പോൾ എന്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അധികം ക്ലിപ്പ് എടുക്കാനും നിന്നില്ല, കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഒത്തിരി കവർ ചെയ്യാനുണ്ടായിരുന്നു. കെമിസ്ട്രി എനിക്ക് പഠിച്ചതൊക്കെ റിവൈസ് ചെയ്തിട്ട് തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എനിക്ക് നല്ല പ്രശ്നമുണ്ടായിരുന്നു. ആസിഡ്സ് ആൻഡ് ബേസസും പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസും എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു ചാപ്റ്റർ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതല്ലാണ്ട് ഞങ്ങൾക്ക് ഫിസിക്സിൽ നിന്ന് 3 ചാപ്റ്റർ ഉണ്ടായിരുന്നു. എല്ലാ ഇതിൽ നിന്നും 3 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ബയോളജിയിൽ നിന്ന് 3 ചാപ്റ്റർ തന്നെ. പിന്നെ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് ചാപ്റ്റർ 1 പറഞ്ഞത് 2 ദിവസം മുമ്പായിരുന്നു, എക്സാം 2 ദിവസം മുമ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മാഡം തന്ന നോട്ട്സ് മാത്രമേ റിവൈസ് ചെയ്തിട്ടുള്ളൂ. വലിയതായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മാഡം പറഞ്ഞു ഒരു 3 മാർക്കിന് മാത്രമേ അത് വരത്തുള്ളൂ, അത് നമ്മുടെ പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എക്സാമിന് ജസ്റ്റ് 2 ദിവസം മുമ്പ് മാത്രമാണ് ആ ചാപ്റ്റർ ഒന്ന് എടുത്തത്. അപ്പോൾ ജസ്റ്റ് കുഴപ്പമില്ല, സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എക്സാമിന് അതിൻ്റെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു, കെമിസ്ട്രിക്കായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പഠിക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ബയോളജിയുടെ എൻ്റെ പോർഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പഠിക്കാണ്ടാണ് പോയത്. ആ ഒരു ചാപ്റ്ററേയും വിട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയും വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഞാനത് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ തലത് കയറില്ല, ഉള്ളതും കൂടെ പോവും. അപ്പോൾ ഉള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് ഓക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇവിടെ ഞാൻ എക്സാമിൻ്റെ എൻ്റെ ക്ലാസ്സാണ് കേൾക്കുന്നത്. എനിക്കാണെങ്കിൽ മനസ്സിലാവാണ്ട് ഞാൻ വീണ്ടും ബാക്ക് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട് കെമിസ്ട്രി. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഈ ചാപ്റ്റർ വെച്ചത് മണ്ടത്തരമായിപ്പോയെന്ന് എനിക്ക് തോന്നി. കാരണം കെമിക്കൽ റിയാക്ഷൻസിനും പിന്നെ ആസിഡ്സ് ആൻഡ് ബേസിനും ഞാൻ നല്ല സമയം കൊടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമേ ലാസ്റ്റ് മിനിറ്റ് വെച്ച് മണ്ടത്തരം കാണിച്ച് പോയതാണ്. കാരണം ബാക്കി സബ്ജക്റ്റൊക്കെ എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് തൊടുന്നത്. അപ്പോൾ ഇത് നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ രാവിലെ 3:30 എഴുന്നേറ്റു. 3:30 കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. 28-ാം തീയതി 3:30 കഴിഞ്ഞിട്ട് എനിക്ക് കരച്ചിൽ വരുമെന്ന്, കാരണം പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. ലാസ്റ്റ് ഞാൻ ഗിവപ്പ് ചെയ്തു. അറിഞ്ഞത്ര മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് അധികം പ്രാക്ടീസ് ചെയ്തില്ല. അറിയാവുന്നതൊക്കെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനിരുന്നു. അത്രയും പഠിച്ചു. അതിന് ശേഷം ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ എൻ്റെ എടുത്ത് വെച്ചു. ഞാനത് എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളതെന്ന് വരെ കാണിച്ചു. ഞാൻ എന്തൊക്കെയാണ് രാവിലെ കിടന്ന് കാണിച്ചത് എനിക്കറിയാൻ പാടില്ല. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ, തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം പ്രശ്നം എനിക്ക് രാവിലെ ഉണ്ടായിരുന്നു. ഒരു 3:30 ഞാൻ അങ്ങനെ എഴുന്നേൽക്കാത്ത ആളാണ്. ഞാനൊന്ന് എഴുന്നേറ്റിരുന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് വെക്കുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കും പിന്നെ എൻ്റെ റഫ് കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് സ്കൂളിൽ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ എൻ്റെ സെൽഫ് നോട്ട് ഉണ്ടായിരുന്നു. 3 ചാപ്റ്റർ കെമിസ്ട്രിയുടെ ചാപ്റ്ററിൻ്റെ മാത്രമേ ഞാൻ സെൽഫ് നോട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചാപ്റ്ററിൻ്റെയും എൻ്റെ നോട്ട്ബുക്കിൽ തന്നെ ഉണ്ട്. കെമിസ്ട്രിയുടെ മാത്രം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്തതാണ് ഞാൻ. പിന്നെ എൻ്റെ പൗച്ച് എടുത്തു, വാട്ടർ ബോട്ടിൽ എടുത്തു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.